ചേട്ടത്തി കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് കണ്ടു തുടങ്ങിയാണ് ഞാൻ അങ്ങേരെ. നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല അങ്ങേര് പണ്ട് ആര്യനാട്ടത് ഒരു കവലച്ചട്ടമ്പിയായിരുന്നു. എപ്പോഴും കാണും കുറെ കൂട്ടുകാരന്മാർ. എനിക്കറിയാം, പണ്ട് ഒളിവിൽ പോയില്ലേ, ആ കഥയൊക്കെ ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് പറഞ്ഞ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങേരെ അടുത്ത് പോയി നിന്നാണ് ഇല്ലാതായത്. പണ്ടൊക്കെ അവന് ദേഷ്യം വന്നാലേ വല്ല അടിയ പിടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ സ്വഭാവ ദൂഷ്യമൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പം എന്താടാ അടക്കളയിൽ ഊതി പെരുപ്പിക്കണത്? നീ പോണതിന് എന്റെ കുടുംബം രണ്ടാക്കൂടെ? സാധാരണ ഈ അടുക്കള കയറി ചെവി കടിക്കുന്നത് ഈ ശ്രീലങ്കടി കുടുംബത്തിലില്ലായിരുന്നു. ശ്രീലങ്ക സിലോണാ നമ്മുടെ കുടുംബത്തിലില്ലായിരുന്നു. ഇവ 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 എന്താണ് നമ്മളെ കുടുംബത്തിന് ആണുങ്ങൾക്കില്ലായിരുന്നു. അത് തന്നെ. ഇവ എന്താണ് അണ്ണാ എന്തോന്നണ്ണാ? മക്കൾ എന്ത് അല്ല അണ്ണ ഒന്നും ഒതുങ്ങി വന്നതായിരുന്നു, വീണ്ടും തുടങ്ങിയോ? ഇവൻ ഇവിടെ നിന്ന് എന്നെ കുറ്റം പറയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറ്റമല്ലാതെ വേറെ എന്തെങ്കിലും നല്ലതുകൊണ്ടാണ് പറയാൻ. തന്നെടേ നീ മുടിക്കാൻ ഈ മുടിക്ക് ബാലു കാണിച്ചിരുന്നെങ്കിൽ നിന്റെ കടയിൽ അവൻ കയറി ഇരുന്നേനെ. പിന്നെ എന്നെ പറ്റി കൂടുതലൊന്നും സംസാരിപ്പിക്കല്ലേ കേട്ടാ. നിങ്ങൾ എന്തൊരു വർത്താനാണ് നിങ്ങൾ പറഞ്ഞത്? പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞപ്പോ ഞാൻ നിന്നെ തട്ടിപ്പറിച്ചൊന്നുമില്ലോ അതിന്റെ അർത്ഥം. ഇപ്പൊ സംസാരിച്ച അങ്ങനെയാ കാര്യങ്ങള്. പിന്നെ അല്ല ഇത് നീയും കൂടെ അറിഞ്ഞിട്ടുള്ള വർത്താനാണ് കേട്ടാ, നീ പറയിപ്പിച്ചതാണിത്. അനാവശ്യം പറയണ അടി ചപ്പാവ് തെറിപ്പിച്ചോളി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നില്ല, പ്രവർത്തിക്കാൻ സമയമല്ല, പ്രവർത്തിച്ചില്ലേ. ഈ വർത്താനം ഇവിടെ നിർത്തണേട്ടാ ഏറ്റവും നല്ലത്. ഇതല്ലെങ്കിൽ വേറെ വിഷയത്തിലേക്ക് പോകും. ഇത് അവസാനിപ്പിക്കും ഇവിടെ. അയ്യേ അടക്കള കഥ ഉണ്ടാക്കിയിട്ട് സമാധാനത്തിന്റെ വല്ലരെ പ്രാവ് ചമയണം അവള്. ഇതെന്തോന്നത്? ഇത് ആവശ്യമില്ലാത്ത ചർച്ചയൊക്കെ പ്രശ്നത്തിൽ എത്തിയിട്ടുള്ളൂ. ഞാൻ കയറി അങ്ങ് ഇടപെടാ. വിഷ്ണു കുഴപ്പമില്ലല്ലോ മോനെ? കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞ അണ്ണാ, നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഈ വീട്ടിൽ വരൂലായിരുന്നു. നീ ഇവിടെ വരുമെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ എറണാകുളത്തെ വരൂലായിരുന്നു. അണ്ണാ നിങ്ങൾ ആ മനസ്സിരിപ്പ് കൊള്ളാം കേട്ടാ. എന്റെ മനസ്സിരിപ്പായ നിന്റെ മനസ്സിരിപ്പാണല്ലോ കൂടം കൂടി കുടുംബത്തിനകത്തുള്ളത്. ഞാൻ അറിഞ്ഞോണ്ട് കട തട്ടിയെടുത്തത് അല്ല എന്നെ വിട മക്കളെ, എന്നെ വിട. ഞാൻ എന്റെ രണ്ടണ്ണന്മാരൊക്കെ ചതച്ചിട്ടാണ് പല കിടന്നെടുത്തത്. എനിക്കറിയണം. വിട മക്കളെ. വിടുവൊക്കെ ചെയ്യാം, പക്ഷെ ആ വീട്ടിടിക്കരുത്. വാടക വീടാണ്. ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല, ഞാൻ പോണം. നിങ്ങളെ പോണോ? ഞാൻ നിൽക്കില്ല. ചേട്ടത്തേക്ക് തോന്നണ ഞാൻ ഇവനെ ചതിച്ചിട്ടാണ് കട നടത്തണെന്ന്? ഇല്ല. അണ്ണാ ഞാൻ പറഞ്ഞ കേള്, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയാ അത് ഒരുപാട് തെറ്റിദ്ധാരണ കിടയാകും. ആര് പോണ്? ഞാൻ അടുക്കളയിൽ നിന്ന് പോകണം എന്നല്ലേ പറഞ്ഞത്. പോണില്ലേ? എവിടെ പോവാൻ? അങ്ങനെയാണാ സുരേന്ദ്ര അത് ചെയ്യരുത്. എനിക്കൊരു കാര്യം അറിയണം. ഇത് നിന്റെ അറിവോട് കൂടിയാണോ ഇയാൾ ഇത്രയും കാര്യം സംസാരിച്ചതെന്ന് എനിക്ക് അറിയണം. നീ എന്തിനാ വായുമ്പോൾ നിൽക്കണത്? സുരേന്ദ്ര ഒരു വരിക്കറ ബുദ്ധിപൂർവ്വം സ്വന്തമാക്കിയ നാട്ടുകാർ പറഞ്ഞ് അറിഞ്ഞിട്ടും ഞാൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ആലോചിക്കണം. എന്താലോചിക്കണമെന്ന്? അച്ഛൻ പണ്ട് ഓരോന്നും വിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിനൊപ്പം ഇതും പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണമെന്ന്. ഈ കണ്ട നാട്ടുകാർ മൊത്തം പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞാണ് കുറ്റം. വിട്ടില്ലേ തിരിച്ചെടുത്ത്. അണ്ണാ ഒരു അടി എന്ന് അതങ്ങ് മാറും, പക്ഷെ ഒരു വാക്ക് പറഞ്ഞോണ്ടല്ല അത് മായൂല. അയ്യോ, ഇത് കുഴിപ്പണത്തമ്മ എപ്പോഴും പറയാറുണ്ട്. കുഴിപ്പണത്തമ്മ കുഴിച്ചു കൂടും. ഈ കുഴിപ്പണത്തമ്മ പറയാത്ത എന്തെങ്കിലും വാക്കൊണ്ടടി. അണ്ണാ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ആ പാവം പിടിച്ച തങ്കച്ചേച്ചിയെ പറ്റിച്ചിട്ടുണ്ട്. അത് ആര്യാട് മൊത്തം പാട്ടല്ലേ. ആരെങ്കിലും വന്ന് നിങ്ങളുടെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച്? നീ അതെന്തൊരു വർത്താനാണ് പറഞ്ഞത്? ഞാൻ യാതൊരു രീതിയിലാണ് തങ്കച്ചേച്ചിയെ പറ്റിച്ചത്. നിങ്ങൾ ഏത് രീതിയിലാണ് പറ്റിക്കാത്തത്? 1-2 കേസ് വന്നപ്പോഴേ നിങ്ങൾ കുറച്ച് വസ്തു എഴുതി വെച്ചു. അത് കേസ് ഉണ്ടായിട്ട് പിന്നെ വേറൊരു ഇല്ലാത്ത കേസും പറഞ്ഞ് അത് പൊലിപ്പിച്ച് കാണിച്ചു. അങ്ങനെ കേസാണ് ഇങ്ങനെ കേസാണ് പൊലിപ്പിച്ച് കാണിച്ചിട്ട് ആ തങ്കച്ചേച്ചിയുടെ 80 സെന്റ് അണക്കാരല്ലേ വസ്തു എഴുതി വെച്ച് ചുമ്മാ പുട്ടടിച്ച് ഓർമ്മ വെള്ളോട്ട് നടന്ന് ഓർമ്മ വേണ്ട നിങ്ങൾക്ക്? അതിനെക്കുറിച്ച് ആരെങ്കിലും നമ്മൾ ചോദിച്ചാൽ നിങ്ങളടുത്ത്? ഞാൻ സുരേന്ദ്ര ഇല്ലാത്ത പറഞ്ഞോണ്ടല്ലേ എന്റെ നീ അടി വാങ്ങിക്കും. പറച്ചിലാണ് വേണ്ട. ഈ കാര്യം എപ്പോഴും ബാലു കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാലുവേ തങ്കച്ചേച്ചി പറഞ്ഞറിഞ്ഞു. അപ്പൊ കേട്ട കഥയൊന്നും സംഭവിക്കാത്ത കഥകളല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വരിക്കട എഴുതി വായിച്ചതാണ് നീ ഉദ്ദേശിക്കുന്നത്? ചിറ്റപ്പ ഞാൻ അങ്ങനൊന്നല്ല ഉദ്ദേശിച്ചത്. പിന്നെ അണ്ണാ വഴക്കും വക്കാണവും വരുമ്പോ വസ്തുക്കൾ വിൽക്കുന്നത് സാധാരണ. അത് ശരി തന്നെ. 1-2 കേസ് വന്നപ്പം തമ്മിച്ചാട്ടം പറ്റിയിട്ടില്ല വസ്തു. അത് ശരിക്കുള്ള കേസ്. ഇത് ഇല്ലാത്ത കേസ് പറഞ്ഞ് തങ്കമ്മനെ പറ്റിച്ച് വസ്തു വിറ്റില്ലേ? അല്ല അന്നാണ് ചിറ്റപ്പൻ പറഞ്ഞ. ചിറ്റപ്പൻ സുരേന്ദ്ര ഇത് നല്ലതല്ല. നിനക്ക് കിട്ടിയ പരിക്കടയും കൊണ്ട് നീ ജീവിച്ചോ. നീ മറ്റുള്ളവരെ ഉപദ്രവിക്കണേ നീ. അണ്ണാ അയാളെ വീണ്ടും തുടങ്ങി. പിന്നെ എടാ ഇതൊക്കെ സാഹചര്യങ്ങളാണ്, പറഞ്ഞാൽ നീ ഇതിന് പിടിക്കൂല. അണ്ണാ ഇവളെ പെണ്ണ് കാണാൻ പോയപ്പോൾ നിങ്ങൾ കൂടെ വന്നതല്ലേ?
ആ. ഇവിടെ വീട്ടുകാരും ഇവിടെ ആങ്ങളമാരും പറഞ്ഞെന്താണ്? അവിടെ ഒരുപാട് ഏക്കറക്കിന് വസ്തുക്കളെല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് എൻ്റെ പേര് എഴുതി തരാമെന്നല്ലേ? തന്നെ. ഇപ്പോഴും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എഴുതി തന്നിട്ടില്ല. ഓ അത് ശരി, എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നാ? അയ്യോ, ഇവിടെ ആലോചിക്കാൻ വന്നപ്പോ നിങ്ങളല്ലേ പറഞ്ഞത് ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടെന്ന്. അത് കൊള്ളാം. ഇപ്പൊ ചർച്ച അവിടെ നിന്ന് വിട്ടിട്ട് വേറെ വഴിക്ക് അങ്ങോട്ട് വിട്ട് പറഞ്ഞു വിടുകയാണ്, വഴിതിരിച്ച് വിടുകയാണ്. അതെ, പറയുകയാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാനുണ്ട്. നിങ്ങൾ ഏതോ കൊട്ടാരം പോലത്തെ വീട് നിങ്ങളെ പേരിലേക്ക് എഴുതി, നിങ്ങൾ ആരൊക്കെയോ എഴുതി തരാൻ പോണെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് എഴുതി? എന്താ മഷിയില്ലായിരുന്നോ പേനയില്? അല്ലെ പേനയൊന്നും കിട്ടിയില്ല അവിടെ അന്വേഷിച്ചിട്ട്? ആ, ഇതാണ് ഞാൻ പറഞ്ഞത്. സുരേന്ദ്രനെ കട എഴുതി വാങ്ങിക്കാനുള്ള പേനയിൽ മഷി തെളിച്ച്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടാ. കേശുവാണ് വിളിക്കണത്. പുറത്ത് 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 വാ, പുറത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് വാ. സുരേന്ദ്രനെ പ്ലാന്റ് ആവനെ കാര്യം പറഞ്ഞ ഉടനെ മനുഷ്യന്റെ നെഞ്ചത്ത് കയറിയോളും. എന്തരിത്? വന്നതും നിന്നതും പോയതും എല്ലാം കണക്കിയാണ്. ദ്വാരം തങ്കം ചച്ച വിവരം നേരത്തെ കൂട്ടി അറിയിക്കേണ്ടി വരും. എന്തൊരു പറഞ്ഞു? തെക്കേ പറമ്പ് ഇപ്പോഴും ഉണ്ടാ? ആകറിയാൻ തെക്കേ പറഞ്ഞിട്ടുണ്ടേ. എന്നെ കുറിച്ചു കൂടാനാ, എന്നെ കുറിച്ചു കൂടാനാ. ഇവിടെ വേടാ.